ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരുപാട് നമ്മൾ റിവ്യൂസൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടു. അപ്പോൾ ശരി എന്നാൽ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പാക്കിംഗ് ഒക്കെ ഗംഭീരമാണ് കേട്ടോ. അപ്പോൾ ആ കിഡിലൻ ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതാണ് ആ ഐറ്റം. ഇത് നമ്മൾ ഫേസസ് കാനഡൻ്റെ സ്ട്രോപ്പ് ക്രീമാണ്. അപ്പോൾ ഇത് കുറേ പേര് നല്ല റിവ്യൂസൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇതെങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒരു കുഞ്ഞ് ക്രീമാണ്. ഇതാണ്ടോ, ഇതാണ് ഐറ്റം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ 429 കിട്ടിയത്. ഇതാണ്ടില്ലേ, ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല തിളക്കമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കയ്യിൽ യൂസ് ചെയ്ത് നോക്കിയാലോ. ഫേസിൽ യൂസ് ചെയ്യുന്നതിന് മുൻപ് ഏത് ക്രീമാണെങ്കിലും നമ്മൾ കയ്യിലൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മൾ ആഡൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ. കാരണം 2 മിനിറ്റ്സിൽ കാറിലിരുന്ന് തന്നെ റെഡിയാവാം എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അയ്യോ, കൂടുതൽ വന്നു. അപ്പം ഇത്ര നമുക്ക് ആവശ്യമില്ല. ഒരു നോർമൽ ക്രീം പോലെ തന്നെ കേട്ടോ ഇത്. കുറച്ച് ക്രീം മാറ്റാം, കൂടുതൽ വന്നു ഇത്. ഇതൊരു സിൽവർ കളറാണ് ഞാൻ ഓർഡർ ചെയ്തത്. സിൽവറും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഗോൾഡൻ കളറിലും കണ്ടു. റോസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിൽവർ കളറാണ് ഞാൻ വാങ്ങിയത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് പ്രോഡക്റ്റും ആദ്യം കയ്യിൽ യൂസ് ചെയ്ത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ കയ്യിൽ യൂസ് ചെയ്യുമ്പോൾ. കയ്യിൽ യൂസ് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിലൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ പലരും ഇതിൻ്റെ റിവ്യൂസ് ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് ഇതൊന്ന് വാങ്ങണം എന്നുള്ളത്. അപ്പം ശരി, ഒരു ആഗ്രഹം കൊണ്ടൊന്ന് വാങ്ങി നോക്കിയതാണ്. ഇതാ കയ്യിൽ യൂസ് ചെയ്തപ്പോൾ ഇതാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു ഡിഫറൻസ് നോക്കൂ. എനിക്കിത് നല്ല ഒരു വൈറ്റ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഇനിയിപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു ടോണിന് ഇത് മാച്ച് ആയിട്ടില്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാ കണ്ടില്ലേ, മണമൊക്കെ നമുക്ക് നോർമലായിട്ട് നമ്മൾ ക്രീമുകൾ യൂസ് ചെയ്യുമല്ലോ അതിൻ്റെയൊക്കെ ഒരു മണം തന്നെയാണ്. അല്ലാണ്ട് സ്പെഷ്യലായിട്ട് അങ്ങനെ വേറെ ഒന്നുമില്ല. നമുക്ക് ഒരു ഡിഫറൻസ് ഇതാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാ
ഇതാണ് ആ ഒരു വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഈ കാണുന്നതും ഇതും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? എനിക്ക് നോക്കുമ്പോൾ ഇത് നല്ല വൈറ്റ് പോലെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത്ര യൂസ് ചെയ്യാൻ പാടില്ലയോ എന്ന് എനിക്കറിയില്ല. കുറച്ച് വേണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. കുറച്ച് യൂസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ അത് വരാത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്രീം കയ്യിൽ വീണു. ഒന്നുകൂടി നന്നായി പ്രസ് ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ ക്രീം കയ്യിൽ വീണത് കൊണ്ടാണ് കുറച്ചെടുത്ത് മാറ്റി ഞാൻ കുറച്ച് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇത്രയൊന്നും വേണ്ട, ഒരു കുറച്ച് മതിയാവുമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കുറച്ചെടുത്തിട്ട് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് യൂസ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് പകുതി ആവുമ്പോൾ ഇതിൻ്റെ അടുത്തൊരു റിവ്യൂ ചെയ്യാം. എങ്ങനെയുണ്ട്, നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ നല്ലതാണോ എഫക്റ്റീവ് ആണോ എന്നുള്ളതിൻ്റെ വീഡിയോ ഞാനിത് കുറച്ച് യൂസ് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ടൈം വാങ്ങി യൂസ് ചെയ്തപ്പോഴുള്ള ഒരു എഫക്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാ കണ്ടില്ലേ, ഒരു ഗ്ലോ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നോർമലായിട്ട് നമ്മൾ ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഗ്ലോ തന്നെ ഇതിൽ കാണുന്നുണ്ട്. ഇതാണ് സ്കിന്നുമായിട്ട് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു ഡിഫറൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. ഏതായാലും പ്രോഡക്റ്റ് ഞാൻ പകുതി വരെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരാഗ്രഹം കൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഒരു ഫങ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇത് കുറച്ച് യൂസ് ചെയ്തിട്ട് പോകുമ്പോൾ എല്ലാവരും ഇത് പറയുമല്ലോ, ആ ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മളോട് പറയുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ക്രീമിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.